അസ്സലാമു അലൈക്കും. ഇത് നോക്കിയാ ഇവിടെ ഉണ്ടായതല്ല കേട്ടോ. ഞാനിന്ന് മാഹിയിൽ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു മരത്തുമെന്ന് ഇങ്ങനെ പറിക്കുന്നുണ്ടേ. പൈസക്ക് വാങ്ങിയതാണ്, എൻ്റെ പൂതി കൊണ്ട് പൈസക്ക് വാങ്ങിയതാണേ. അപ്പൊ ഇത് അച്ചാറിടുന്നതാണ്. മക്കൾ കുറേ നാളായി പറയുന്നത് അച്ചാർ ഇട്ട് തരണേ ഉമ്മാന്ന്. അപ്പൊ ഇവിടെ നിൽക്കട്ടെ. ഇത് മാത്രമൊന്നല്ല, ഇതില് ഇങ്ങനെ കൊമ്പല്ലാത്തത് അതാ അതുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മാങ്ങ. അപ്പൊ ഇതും നല്ല വിഷയം. ഞാന് പിന്നെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, നമ്മള് ഒരാളെ പറ്റിയിട്ട് ശരിക്കും ആധികാരികമായിട്ട് അയാളെ പറ്റിയിട്ട് അറിയാണ്ട് നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളൊരു പാഠം എൻ്റെ ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ, ആദ്യമായിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് 100 വട്ടം 3 വട്ടമല്ല 100 വട്ടെങ്കിലും നമ്മൾ ചിന്തിക്കണം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഞാൻ ഇതുവരെയും ആരിഫിനെതിരെയാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ എന്നുള്ളൊരു വ്യക്തി പേഴ്സണലായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പല കാര്യങ്ങളും അത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ആരിഫ് എന്ന ഒരു വ്യക്തി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുള്ള സംസാരം കേട്ടപ്പോൾ ഒരു നിമിഷം എൻ്റെ മനസ്സ് ഒന്ന് ചാഞ്ചാടി എന്നുള്ളത് ശരി തന്നെ. തെറ്റുകൾ പറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ എന്നെ സപ്പോർട്ട്, കഴിഞ്ഞ വീഡിയോസിൽ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തികൾ, പിന്നെ നിങ്ങൾക്ക് എന്നെ ഈ വീഡിയോ ചെയ്യുന്ന പ്രകാരം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാണ്ട് പോവേ, അൺസബ്സ്ക്രൈബ് ചെയ്യേ, ലൈക്ക് ചെയ്യാണ്ട് നിൽക്കേ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ പറയേണ്ട എൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയണം. കാരണം ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ നമുക്ക് ഏൽക്കേണ്ടി വരുന്ന പല പല കാര്യങ്ങളുണ്ട്. ഇസ്ലാമിൽ നിന്നുകൊണ്ട് ചാഞ്ചല്യം ഉണ്ടാവും ഒരു മുഅ്മിന് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ചാഞ്ചല്യം വന്നത് ഞാൻ പോലും അറിഞ്ഞില്ല. പിന്നെ എനിക്ക് ഇത്ര സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോന്റെ ലാസ്റ്റിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറയുന്നുണ്ട് പല കാര്യങ്ങളിലും ഞാൻ കൺഫ്യൂഷനിലാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ റബ്ബിനോട് ഞാൻ സുജൂദി കടന്നിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. തെറ്റേത് ശരിയേത് എന്നുള്ളത് റബ്ബെ നീ കാണിച്ചു കൊണ്ടാ എന്നുള്ളത്. പക്ഷേ ഇത്ര പെട്ടെന്ന് എനിക്കത് റബ്ബ് കാണിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അത് പിന്നെ വേറൊരാൾ മുഖേന എനിക്ക് കാണിച്ചു തന്നു. പിന്നെ ഈ പറയപ്പെട്ട ആരിഫിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ അതിൽ എടുത്ത് ഇട്ടത് കേട്ടോ. അല്ലാതെ ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ കാര്യങ്ങളും എന്നെ പോലെ തന്നെ തുറന്നു പറയാൻ മടിക്കുന്ന കുറേ സ്ത്രീ ജനങ്ങളുടെ കാര്യങ്ങളുമാണ് ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയ ആ ആള് അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളത് എല്ലാവരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് തെളിവ് വേണം അല്ലേ. ഈ ആരിഫ് എന്ന വ്യക്തി സ്ത്രീകൾക്ക് എന്ത് പാഠമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയാള് പെർഫെക്റ്റ് ആണോ ഈ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുക, സ്ത്രീകളെ അയാൾ റെസ്പെക്റ്റ് ചെയ്യുന്ന, സ്ത്രീകളെ അനുകൂലിക്കുന്നത് ഒക്കെ അയാളെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അയാൾ സ്ത്രീകൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്നെങ്കിലും മാത്രമല്ലേ നമ്മൾ സമൂഹത്തിൽ സ്ത്രീകൾക്ക് അയാൾ വാല്യൂ കൊടുക്കുന്നതിന്, ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതിനോട് നമുക്ക് യോജിപ്പുണ്ടാവാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള എൻ്റെ അന്വേഷണത്തിൽ ഇന്നലെയാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയാൻ സാധിച്ചത് അയാള് എത്ര 1 or 2 കെട്ടിയിട്ടുണ്ട്, വേറെ കെട്ടാണ്ടുണ്ട്. ഇതെല്ലാം പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ അയാൾ സ്വന്തം ജീവിതത്തിൽ ചെയ്ത് കാണിച്ചിട്ട് വേണം സമൂഹത്തിൽ ഇറങ്ങിയിട്ട് സ്ത്രീകൾക്ക് മാതൃകയാവേണ്ടത്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊരു പാഠം നമ്മൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാര്യമാരത് അവിടെ നിൽക്കട്ടെ, സ്വന്തം ജന്മം കൊടുത്ത ഉമ്മയും വാപ്പയും വരെ പറയുന്നുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നി കേട്ടോ. കാരണം ഇതൊന്നും അറിയാണ്ടാണ് ഞാൻ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് വിചാരിച്ചിട്ട് ഞാൻ അയാളെ റെസ്പെക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് എന്നോട് തെറ്റ് പറ്റിപ്പോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കുക കേട്ടോ.
തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റ് പറ്റിയതാണ് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വ്യക്തിത്വം നിലനിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയതാണ്. അയാള് സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളോട് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, ആ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നില്ല. ഒരാണ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല, കൊടുക്കുന്നില്ല, തീരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ ഞാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും അല്ലെങ്കിൽ എത്ര പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതൊന്നും ഞാൻ നോക്കുന്നില്ല. നമ്മുടെ ഷെഫീന ബീവി പറഞ്ഞ ഒരു വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അങ്ങനെ ഒട്ടനവധി പേര് പറയുന്നുണ്ട്. ഇതൊന്നും നോക്കാതെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടത്. പിന്നെ ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ റസൂലിനെ ആയാലും പടച്ച റബ്ബിനെ ആയാലും നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇസ്ലാമിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മദ്രസ പൊട്ടന്മാരും പൊട്ടത്തിമാരും, ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ പറയും ആ താത്ത പഴയ ലെവലിലേക്ക് പോയി എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പറയുമ്പോൾ അവഹേളിക്കുമ്പോൾ, റസൂലിനെ അവഹേളിക്കുമ്പോൾ അത് കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല. മനസ്സിലായോ? കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല. വേണ്ടാത്തത് ഇസ്ലാം വിശ്വാസികൾ തന്നെ ഇപ്പൊ ഒരു പ്രസവത്തിന്റെ കാര്യം എടുത്തിട്ടു. ഇസ്ലാം വിശ്വാസികൾ തന്നെ വേണ്ടാത്തത് ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്, മതപണ്ഡിതന്മാരും ഉണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഇങ്ങനെ നോക്കുകുത്തിയ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്, യുക്തിവാദികളുണ്ട്. എങ്ങനെ ഇസ്ലാമിന്റെ എവിടെയെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടോ അത് എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം വലിയ വാർത്തയാക്കാൻ എന്ന രീതിയിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാൻ വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നുള്ളതാണ് അതാണ് എനിക്ക് പറയാനുള്ളതിൽ. ഞാൻ പ്രസവിച്ചത് ഫുള്ള് ഹോസ്പിറ്റലിലാണ്. എന്നെ പ്രസവിച്ചത് ഹോസ്പിറ്റലിലാണ്. അതിപ്പോ വേണ്ടാത്തത് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വേണ്ടാത്തത് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെ നമ്മളതിൽ തന്നെ പറയുന്നുണ്ട്. നമ്മളെ ആൾക്കാർ തന്നെ അതിന് ശിക്ഷ കൊടുക്കുന്നുമുണ്ട്, താങ്ങുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ വന്നിട്ട് അതിനെ പൊക്കി പിടിച്ചിട്ട് ഇത്ര സംഭവമാക്കിയിട്ട് പറയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് കേട്ടോ. ആ ഒരു വാർത്ത കേട്ടതിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുസ്ലിമാണ്, എന്നിട്ടും ഞാൻ അയാൾക്കെതിരെ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സ്ത്രീ 5ാമത്തെ പ്രസവത്തോടനുബന്ധിച്ച് ആ സ്ത്രീ മരണപ്പെട്ടപ്പോൾ ഞാൻ അയാൾക്കെതിരെ ഞാൻ പറഞ്ഞു. അപ്പൊ അതാ പറഞ്ഞു, ഇസ്ലാം വിശ്വാസികൾ തന്നെ പറയും. അതിനെ വേറൊരു യുക്തിവാദിയുടെയോ അല്ലെങ്കിൽ വേറെ മതത്തിലുള്ളവരുടെയോ ആവശ്യം ഇല്ല ഇവിടെ. മനസ്സിലായോ? അപ്പൊ എനിക്കിതില് പറയാനുള്ളത്, എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി മേലിൽ ഞാൻ ഇനി ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാണ്ട് ഞാൻ പറയൂല എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ട് വന്ന തെറ്റാണ് എൻ്റെത്. ഇയാളെ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞത് എൻ്റെ ആദ്യത്തെ ഒരു തെറ്റാണ്. ആ തെറ്റ് ഞാൻ പിൻവലിക്കുന്നു കേട്ടോ. നിങ്ങൾ എത്ര പേര് എന്നെ അംഗീകരിക്കുന്നുണ്ട് എന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ എനിക്ക് ഇന്നലെ രാത്രിയെല്ലാം കിടക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം മനസ്സിൽ. പിന്നെ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആള് ഇന്നൊക്കെ ഇട്ട പോസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു മുസ്ലിം മതവിശ്വാസി എന്ന നിലയിൽ സഹിക്കാൻ കഴിയാത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. സഹിക്കാൻ കഴിയൂല. അങ്ങനത്തെ പോസ്റ്റുകളാണ്, അങ്ങനത്തെ വിവരക്കേടാണ് ഇസ്ലാമിനെതിരെ പടച്ചു വിടുന്നത്. അവര് സംഘപരിവാറിന്റെ ഫണ്ടും വാങ്ങിച്ചിട്ട് ബായ് തോന്നുന്ന കോതക്ക് പാട്ട് എന്ന രീതിയിൽ അങ്ങനെ എടുത്തിടുന്നതാണ് സോഷ്യൽ മീഡിയയിൽ. പക്ഷെ നമുക്ക് അത് കണ്ടിട്ട് രസിക്കാനുള്ള ഒരു ഇതില്ല നമുക്ക്. അപ്പം അതുകൊണ്ട് പൊന്നു കൂട്ടുകാരെ, എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നോട് ക്ഷമിക്കുക എന്നുള്ള ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ്. എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയതാണ്. ഞാൻ പേഴ്സണലി ഞാൻ അനുഭവിച്ച സ്ത്രീകളെ അത് എപ്പോഴും ഞാൻ പറയും കേട്ടോ, അതിലൊരു മാറ്റം ഇല്ല. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്. സ്ത്രീ പുരുഷൻ എന്ന വർഗ വിവേചനത്തോട് കാണിക്കുന്ന ഈ സൊസൈറ്റി കാണുന്ന കാഴ്ചപ്പാടിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്. അതല്ലാതെ മതപരമായിട്ട് മതത്തെ അവഹേളിക്കുന്നവരോട് എനിക്കെന്നും പുച്ഛം തന്നെയാണ് കേട്ടോ.
അപ്പൊ ഇനിയും എൻ്റെ ഇങ്ങനെ കണ്ട പോരാട്ടങ്ങൾ ഇനിയും തുടരുന്നതായിരിക്കും. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അത് ആരിഫ് ഹുസൈനെ പോലുള്ളവർ പരിഹരിക്കേണ്ടതായിട്ടില്ല. ആരിഫ് ഹുസൈൻ ആദ്യം പരിഹരിക്കേണ്ടത് സ്വന്തം വീട്ടിലെ കാര്യമാണ്. സ്വന്തം ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാൻ പറ. 1ഉം 2ഉം കെട്ടി അടക്കണം അവൻ. ഇത് മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റി നടക്കൂ? ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നു, അവളെ അങ്ങോട്ട് ഒഴിവാക്കുന്നു, അടുത്തതിനെ കെട്ടുന്നു, വീണ്ടും അവളെ ഒഴിവാക്കാത്തതുപോലെ അവിടെ ഇട്ടിട്ട് വേറെ പോയി ഉണ്ടാക്കുന്നു. ഇതൊക്കെ നടക്കുന്നതാണ്. വ്യഭിചരിച്ച് നടക്കാൻ വേണ്ടിയിട്ട് വേണം. മതത്തിനെ ഉപയോഗിക്കുന്ന വൃത്തികെട്ടവന്മാരെല്ലാം തന്നെ മതത്തിന്റെ ശത്രുക്കളാണ്. ആ വിധത്തിൽ ഇയാൾ ശത്രുവാണ്. നവാസ് ഫൈസി കൂടത്തായി പുള്ളിക്കാരൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു. ഇവന്റെ അടുത്ത് ഇത്രയും ഇവനോട് സംസാരിക്കാനും മാത്രമുള്ള തരം താഴ്ച എനിക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അത് പോയിന്റാണ്. ഇവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചാനൽ ചർച്ചകളിൽ നമ്മൾ പോകില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പറയുക തന്നെ വേണം. നമുക്ക് അങ്ങനത്തെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിന് ഇവറ്റകളുടെ സാമീപ്യം വേണ്ട. ഇവറ്റകൾ അവിടെ ഇരുന്നുകൊണ്ട് കടാപുടാ പറയാൻ ഉത്തരം പറയേണ്ട കാര്യം നമുക്കില്ല. അത്ര ഗതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഒരു ചാനൽ വിട്ട് അടുത്ത ചാനല് അതിന്റെയൊക്കെ ഷെയറൊക്കെ എനിക്കും അറിയാം. ഇനിയിപ്പോ അതടുപ്പിക്കല്ലേ എന്നെ കൊണ്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു അടക്കല്ല അവന് വന്നപ്പോ ഇങ്ങോട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇവനെ കൊണ്ട് നടന്ന് നിങ്ങൾ അനാവശ്യമായ കുപ്രചരണമാണ് ഈ പ്രചരിപ്പിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത്. പ്രസവവും പ്രസവത്തോടനുബന്ധിച്ചിട്ടുള്ള അലിഗേഷൻസിനെ ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല. ബിക്കോസ് നോക്കാത്ത ഒരുത്തൻ വന്നിരുത്തുകൊണ്ട് പൊതുസമൂഹത്തിന് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള വാർത്താ അവതാരികയാണെങ്കിൽ അങ്ങ് ഉത്സാഹിക്കണം. നിങ്ങൾ പറയോ അങ്ങനെ. അപ്പൊ ഇവരുടെ ചുറ്റുമുള്ളവരൊക്കെ തന്നെ അങ്ങനെയായിരുന്നു. എനിക്കറിയത്തില്ല ആരാണ് ഇപ്പൊ ധൈര്യം കാണിക്കുന്നത് വീടിനകത്ത് പ്രസവിക്കാൻ. അതിന് മാത്രം ധൈര്യം ആർക്കാണുള്ളത്? ഒരിക്കലും നല്ല കാര്യമല്ല. പിന്നെ ഈ ഉസ്താദ് പ്രസ്താവിക്കുന്ന ഒരു കാര്യം, അയാൾക്ക് 9 കുട്ടികളുണ്ട്. ഈ 9നെയും വീട്ടിലാണ് പ്രസവിച്ചെന്ന്. കഷ്ടം തന്നെ. പെണ്ണുമ്പിളുടെ ഗതി അതോ ഗതി എന്നതിനപ്പുറം ഒന്നും പറയാനില്ല. അത്തരക്കാരെ കണ്ടെത്തിയാൽ സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയും അവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയുമാണ് വേണ്ടത്. ആ പെൺകുട്ടിയുടെ റൈറ്റ്സിനെ ചവിട്ടിപ്പിടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ, അതിനെ മതത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതിന് മതത്തിനെ അവഹേളിക്കുന്ന ഒരുത്തന്റെ കൂട്ടുപിടിക്കരുത് ദയവേത്. അപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ വേറെയാണ്. അത് ഞങ്ങൾക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. ആരിഫ് ഹുസൈൻ ആദ്യം സ്വന്തം വീട്ടിലെ കാര്യം നോക്കട്ടെ. സ്വന്തം വീട്ടിലെ കാര്യം നോക്കാത്ത ഒരുത്തൻ വന്നിരുത്തുകൊണ്ട് പൊതുസമൂഹത്തിന് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഉമ്മായും വാപ്പായും സുഖമില്ലാതെ വീട്ടിലിടക്കുകയാണ്. 8 ലക്ഷം രൂപയുള്ള ഇവന്റെ കടം വീട്ടിയതാണ് ആ ഉമ്മ. അവർക്ക് ശ്വസിക്കാൻ ശ്വാസകോശത്തിലേക്ക് പ്രശ്നം ഉണ്ടായിട്ട് അവരെ ഒരു ഓക്സിജൻ ട്യൂബ് വെച്ച് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ കണ്ടത്. വാപ്പായും നടക്കാൻ പോലും പരസഹായം വേണമെന്നൊരവസ്ഥയിലാണ്. അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനെ അമ്മയും അച്ഛനും ഉള്ളപ്പോൾ ഒരു സപ്പോർട്ടറെ പോലും അവിടെ നിർത്താതെ, ഒരു രീതിയിൽ സഹായം കൊടുക്കാതെ, അമ്മയും അച്ഛനെയും നോക്കാതെ പൊതുസമൂഹം നന്നാക്കാൻ ഇറങ്ങിയ ആളായിരുന്നു നവോത്ഥാന നായകനോ. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ആ ഉമ്മ കാത്തിരിക്കുകയാണ് മോൻ അങ്ങോട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമെന്ന്. അമ്മാതിരി കാത്തിരിക്കുന്ന ഒരു ഉമ്മ തന്നെ പറയുന്നുണ്ട് ആരെങ്കിലും കിട്ടിയ ഉടനെ പ്രോഗ്രാം ചെയ്യും കളയുമെന്ന്. കളിയാണ് മുഖ്യം. അങ്ങനെ കളിച്ചു നടക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി പോക്കിർത്തരം മതത്തിനെ പറയുന്നതിനെ അനുകൂലിക്കുന്നവരും തുല്യ പങ്കാളികളാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇയാൾ പറയുന്ന അവഹേളനം ഇനി കേട്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അമ്മാതിരി തെണ്ടിയാണ് എന്ന് പോയി കണ്ടുപിടിച്ചതാണ്. പിന്നെ ഇനി അതിന്റെ പുറത്തേക്ക് ഇനി വെറുതെ ഇരുന്നുകൊണ്ട് അനാവശ്യം പറയാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും സ്ത്രീകളുടെ ഒരു ബുദ്ധിമുട്ട് അവന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവനാൽ ബാധിക്കപ്പെട്ട എത്ര പെണ്ണുങ്ങൾ അവിടെ വീട്ടിലുണ്ടെന്ന് അറിയുമോ? അവന്റെ ഭാര്യമാര് 2 പേര്, അവന്റെ 2 പെൺമക്കള്, അവന്റെ സഹോദരിക്ക് 2 പെൺമക്കൾ, അവന്റെ ഉമ്മ തുടങ്ങി ആ വീട്ടിൽ തന്നെ എത്ര 10ഓളം പെണ്ണുങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇവനെ കാരണം നാണക്കേട്, ബുദ്ധിമുട്ട്, ഇവനെ കൊണ്ടുള്ള ടോർച്ചർ അവർ തന്നെ അനുഭവിക്കുന്നുണ്ട്. അതിനാദ്യം ഒരു പ്രതിവിധി ഉണ്ടാക്കട്ടെ. ഒരു മുസ്ലിം മതവിശ്വാസി ഇപ്പൊ ഞാന് എന്റെ മരണം വരെ ഒരാളുടെ ഒരു വിശ്വാസിയുടെ മരണം വരെയും അയാൾ വിശ്വാസിയായി തുടരുക എന്നുള്ളത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന പോലെ എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട് ഒരു കിതാബില്. അപ്പോ ആ സെയിം അനുഭവമാണ് എൻ്റെ വിശ്വാസത്തിന്റെ നേരെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ നിന്നും തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ദീൻ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. റബ്ബ് നേരായ മാർഗത്തിലാണ് എന്നെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. റബ്ബ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതാണ് നമ്മൾ കൂടെ നമ്മൾ പറയാറില്ലേ, പടച്ചവൻ എത്ര ദയാലുവാണ്, എത്ര കാരുണ്യവാനാണ്. നമ്മളെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ പശ്ചാത്തപിച്ച്
മടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റബ്ബ് പുറത്തു തരും എന്നുള്ളത് വെറുതെ അല്ല കേട്ടോ, ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ആയിഷ ബീവിയുടെ കഥ പറഞ്ഞിട്ടാണ് ആരിഫ് കൂടുതലും നെകളിച്ച് നടക്കുന്നത്. ഒരൊറ്റ ചോദ്യമാണ് എനിക്കിതിൽ പറയാനുള്ളത്. നിങ്ങൾ അറിയുന്നവർ ഇതിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെന്നോ, 6 വയസ്സുകാരിയെ കെട്ടി, മണിയറ കൂടിയത് 9 വയസ്സിൽ എന്നെല്ലാം പറയുന്നുണ്ട്. ഹദീസിൽ ഇഷ്ടം പോലെ ആയിഷ ബീവി റസൂലിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എവിടെയെങ്കിലും ഈ ചെറുപ്രായത്തിൽ, ഈ ബാല്യത്തിൽ ആയിഷ ബീവിയെ റസൂലുള്ള എന്തെങ്കിലും പീഡിപ്പിച്ചോ, ബലാത്സംഗം ചെയ്തോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ, നെഗറ്റീവായിട്ട് എവിടെങ്കിലും ഒരൊറ്റ ഹദീസെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ അതിപ്പോൾ 1500 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. ഞാൻ കോയാക്കോളിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിലാണ് അത് എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഒരാൾ റേഡിയോനായി കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളതും കൂടിയും പറയാനുള്ള ഇത് കിട്ടാണ്ടായി പോവില്ലേ. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞുതരാം. അത് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. പോട്ടെ, എൻ്റെ ഉമ്മാനെ, എൻ്റെ ജ്യേഷ്ഠത്തിന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പെങ്ങളെ ഒക്കെ 10 വയസ്സിൽ, അത് ഇപ്പം അത്ര കൊല്ലല്ലേ ആയിട്ടുള്ളൂ, പോട്ടെ ഒരു 50 കൊല്ലം അല്ലെങ്കിൽ ഒരു 40 കൊല്ലം അത്രല്ലേ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം മറ്റ് മതസ്ഥരത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. റസൂല് ഒന്നുമില്ലെങ്കിൽ 9 വയസ്സ് കഴിഞ്ഞിട്ട് നിൽക്കാം. ഞാൻ ഒരു മതസ്ഥരി ഞാനിവിടെ അവഹേളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ ഞാൻ തരാത്തത് കേട്ടോ. ജസ്റ്റ് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ മറ്റുള്ള മതത്തിൽ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ആക്കി, ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കൂ. അപ്പം മനസ്സിലാവും നമ്മുടെ റസൂലിൻ്റെ മഹിമ എത്രയുണ്ട് എന്ന് ഉള്ളത്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സ്ത്രീ പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവളെ കൊന്ന് കുഴിച്ചു മൂടണം എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നത് റസൂല് വന്നതിന് ശേഷമാണ്. പക്ഷെ ഇനിയും മാറ്റം വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു സമൂഹത്തിൽ, ഈ സൊസൈറ്റിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും എപ്പോഴും സ്ത്രീകളെ കാണുന്ന കാഴ്ചപ്പാടും അതൊന്ന് മാറ്റണം എന്നുള്ളത്. അത് ഇനി എപ്പോഴും ഞാൻ പറയും, അതിലൊരു മാറ്റമല്ല. സ്ത്രീകളെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാട്, അതിൽ മാറ്റം വരണം. എങ്ങനെ സ്ത്രീക്കും സ്വതന്ത്രയായിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട് അവൾക്കും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ കണ്ട കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലായാലും ജെൻഡർ അടിസ്ഥാനം എന്നുള്ളത് ഒഴിവാക്കുക, സ്ത്രീ പുരുഷൻ എന്നുള്ളത് ഒഴിവാക്കുക, എല്ലാം സമത്വം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ജനിച്ചത് ആണാണെങ്കിൽ ഭയങ്കര കൊമ്പത്ത്, പെണ്ണാണെങ്കിൽ ഇനിയിപ്പോൾ അതിനെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ, ആ ഒരു ചിന്ത, കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ, ഇത് മാത്രം. അതല്ലാണ്ട് പെണ്ണാണ് എന്ന് കണ്ടാലും അത് സന്തോഷത്തോട് കൂടിയിട്ട് ആ കുട്ടിനെ സ്വീകരിക്കാനും അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും സ്വയം പ്രാപ്തി വരുത്താനൊക്കെ നമ്മൾ മുതിരുക. ആ ഒരു കാഴ്ചപ്പാട് ആണ് എനിക്ക് കേട്ടോ. എങ്ങനെയാ സ്ത്രീക്ക് ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത്. അല്ലാതെ ഈ വക നൂലാമാലകളൊന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ അത് മാത്രമാണ് ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ദീനിനെ മുറുകെ പിടിച്ച്, പരീക്ഷണങ്ങൾ വരും നമ്മൾക്കല്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. പരീക്ഷണങ്ങൾ നമ്മൾക്കെതിരെ വരും. നമ്മളിതിനെ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പരീക്ഷണങ്ങൾ വരും. പക്ഷേ എൻ്റെ റബ്ബ് എനിക്ക് നേരായ പാത കാണിച്ചു തന്നു എന്നുള്ളതാണ്, കണ്ണ് തോർപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ സന്തോഷകരം. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.